ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതിൻ്റെ 85-ാമത്തെ ദിവസം, 8-ാമത്തെ ദശകത്തിൽ 10-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഈ ദശകത്തിൽ 13 ശ്ലോകങ്ങളാണുള്ളത്. സാധാരണ ദശകം 10 ശ്ലോകങ്ങളാണ്. എന്നാൽ ഈ ദശകത്തിൽ 13 ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ 10-ാമത്തെ ശ്ലോകം ഇവിടെ പാരായണം ചെയ്യാം. അതിനുശേഷം അടുത്തതായി നമുക്ക് അതിൻ്റെ പ്രഭാഷണം, വീണ്ടും ശ്ലോകപാരായണം, പിന്നീട് അതിൻ്റെ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിലുള്ള ശ്രീഹരീയ പാരായണം. തതസ്ത്വദീയാദസിനാഭിരന്ധ്രാദുദഞ്ജിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാഗ്ധമാലാ സംക്ഷേപരൂപം മുകുളായമാനം. അയി തത ത്വദീയാത് നാഭിരന്ധ്രാൽ നിലീന നിശേഷ പദാഗ്ധമാലാ സംക്ഷേപരൂപം മുകുളായമാനം കിഞ്ചന ദിവ്യപത്മം ഉദഞ്ജിതം. അയി തത ത്വദീയാൽ. അല്ലയോ ഗുരുവായൂരപ്പ. അതിനുശേഷം ആ നാഭിരന്ധ്രാൽ, അങ്ങയുടെ നാഭീദ്വാരത്തിൽ നിന്ന്, നാഭീരന്ധ്രത്തിൽ നിന്ന് എന്ന് വെച്ചാൽ പൊക്കിൾക്കുടിയിൽ നിന്ന്,
നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം, തന്നിലേക്ക് ലീനമായ അന്തർലീനമായ ലയിച്ചു ചേർന്ന സമസ്ത പദാർത്ഥങ്ങളുടെയും സംക്ഷേപരൂപം, പദാർത്ഥമാലാ സംക്ഷേപരൂപം, പദാർത്ഥമാല പദാർത്ഥങ്ങളുടെ കൂട്ടം, അതിൻ്റെ ഏറ്റവും സൂക്ഷ്മരൂപത്തിലുള്ളതും മുകുളായമാനം മൊട്ടായിത്തീരുന്നതും കിഞ്ചന ദിവ്യപത്മം ഉദഞ്ചിതം, അവർണ്ണനീയമായിരിക്കുന്ന അത്യത്ഭുതകരമായിരിക്കുന്ന ദിവ്യപത്മം, ഒരു ദിവ്യ കമലം, ഒരു താമരപ്പൂവ് ആവിർഭവിച്ചു എന്ന് പറയുന്നു. ഭഗവാൻ ഉറങ്ങിയെന്നും കാലമാകുന്ന ആ ദാസിപ്പെണ്ണ് വന്ന് ഭഗവാനെ ഉണർത്തിയെന്നും ആ ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഭഗവാൻ ചുറ്റും നോക്കിയപ്പോൾ ജഗത്ത് മുഴുവൻ തന്നിൽ വിലയം പ്രാപിച്ചതായി മനസ്സിലാക്കുന്നു. അങ്ങനെ സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന സകല വസ്തുക്കളിലേക്കും ഭഗവാൻ ദൃഷ്ടി പതിപ്പിച്ചു. അങ്ങനെ ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ ഭഗവാന്റെ നാഭീരന്ധ്രത്തിൽ നിന്നും, നാഭീദ്വാരത്തിൽ നിന്നും ഒരു ദിവ്യമായ താമരപ്പൂവ്, അത്യത്ഭുതകരമായിരിക്കുന്ന അവർണ്ണനീയമായിരിക്കുന്ന ഒരു താമരപ്പൂവ് ആവിർഭവിച്ചു എന്ന് പറയുന്നു. ആ താമരപ്പൂവിൽ നിന്നാണ് ഇനി ബ്രഹ്മാവ് ഉണ്ടാകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് കമലഭൂ, സരസജയോനി എന്നൊക്കെ ബ്രഹ്മാവിന് പേര് വരുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ വഞ്ചിപ്പാട്ടിൻ്റെ ഇനത്തിലുള്ള ശ്രീഹരിയം പാടി സമർപ്പിക്കുകയും ചെയ്യാം. തതസ്ത്വദീയാദയി നാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കുന്നു. നാരായണ 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 രാധാ ഗോവിന്ദ. അല്ലയോ ശ്രീ ഗുരുവായൂർവാഴും ദേവ ഭഗവാനെ, അനന്തരം അവിടുത്തെ നാഭിയിൽ നിന്നും അഗണ്യ പദാർത്ഥങ്ങൾക്കും പ്രതീകമെന്നതുപോലെ അത്ഭുതമാം ദിവ്യപത്മം ആവിർഭവിച്ചു. നാരായണ 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 രാധാ ഗോവിന്ദ. ഗുരുവാദേശ വായുപുരേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.